ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞിന് ഗൗരിമോൾ കാണുന്നുണ്ടെങ്കിൽ വേദയോടുള്ള അടുപ്പം കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല തരുണ്. മാത്രമല്ല ഗൗരിമോൾ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങനെ ഒരു റൂമിൽ കിടക്കാത്തത്, നിങ്ങൾ രണ്ടുപേരും അധികം സംസാരിക്കാത്തത് എന്താന്നൊക്കെ ഉള്ള സംശയങ്ങളാണ് ഗൗരിമോൾക്ക്. അപ്പോൾ തരുണ് എന്നുണ്ടെങ്കിൽ തോന്നുകയാണ് ഇനി ഗൗരിമോൾ വളർന്നു വരും തോറും ഇനി സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൗരിമോളുടെ അമ്മ വേദയല്ല എന്നുള്ള സത്യം എത്രയും പെട്ടെന്ന് തുറന്ന് പറയണം എന്ന മനസ്സിൽ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗൗരിമോളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം വേദനയോട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് വേദനയോട് തുറന്നു പറയുന്നത്. ഇങ്ങനെ ആയാൽ ശരിയാവില്ല, മോളുടെ സംശയം ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ട് വരികയാണ്. ഇപ്പോഴാവുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നമ്മൾ പറയുന്ന സത്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വേദനയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിമോളോട് ഞാൻ വേദ നിൻ്റെ അമ്മയല്ല എന്നുള്ള കാര്യം തുറന്ന് പറയും. രാധികയാണ് മോളുടെ അമ്മ എന്നും അതുപോലെ രാധിക മരിച്ചു പോയി എന്നുള്ള കാര്യം അവൾ അറിയണം. ആദ്യമൊക്കെ കുറച്ച് അവൾക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ പിന്നീട് അത് മാറിക്കോളും എന്നൊക്കെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ തരുണിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല, പിന്നെ ഗൗരിമോളെ നഷ്ടപ്പെടുത്താനും പറ്റില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വിഷമാവുന്നുണ്ട്. പക്ഷേ എങ്കിലും വേദ തരുണിനോട് പറയുന്നുണ്ട്, ഞാൻ ഗൗരിമോളുടെ അമ്മയല്ലാന്ന് ഗൗരിമോളോട് തുറന്നു പറയുന്ന സമയത്തിന് മുമ്പായിട്ട് തരുണിൻ്റെ അമ്മനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് തരുണിന് സംശയം ഉണ്ടാക്കാണ് കേട്ടോ. എന്തുകൊണ്ടാണ് വേദ അങ്ങനെ പറഞ്ഞത്, അമ്മനോട് ഡിസ്കസ് ചെയ്യാനായിട്ട്. അങ്ങനെ തരുൺ അമ്മയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിമോളോട് വേദ ഗൗരിയുടെ അമ്മയല്ലാന്ന് പറയണമേ, അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അവളത് അറിയുമ്പോൾ അവൾക്കത് വലിയ വിഷമാവും. ഇപ്പോൾ അവൾ കൊച്ചല്ലേ, കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുകയാണേ. പക്ഷെ ഞാൻ വേദനയോട് അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മനായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അതെന്താവുള്ള അങ്ങനെ പറയാൻ കാരണം, അമ്മനോട് ചോദിക്കാൻ പറഞ്ഞ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ തരുണിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. അത് ഇത്രയും കാലം അവൾ വളർത്തിയ കൊച്ചല്ലേ, പെട്ടെന്ന് തന്നെ അവളത് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അവൾക്കത് വിഷമാവില്ല, അത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വേദ സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാണ് ഗൗരിമോളെ കാണുന്നത്. അതുപോലെ തന്നെ ഗൗരിമോളാണെന്നുണ്ടെങ്കിൽ വേദന സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ബന്ധം ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് തരുണിനോട് ചോദിക്കുകയാണ്. നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഗൗരിമോളുടെ മനസ്സിൽ നിന്ന് വേദ അമ്മയല്ലാതായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്ര പെട്ടെന്നൊന്നും അത് വേണ്ട എന്നൊക്കെ തരുണിൻ്റെ അമ്മ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കാണ്. പതുക്കനെ സാവധാനം നമുക്ക് കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് തരുണിനെ തീരുമാനത്തിൽ നിന്ന് മാറ്റിയാണ് കേട്ടോ തരുണിൻ്റെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തരുണിനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല ഗൗരിമോള് തരുണിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തരുണിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം അറിയാൻ പറ്റും. മാത്രമല്ല വേദയാണെന്നുണ്ടെങ്കിൽ ഗൗരിമോളെ വിട്ടുകൊടുക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയും തരുണും കൂടി ഒരുമിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. എങ്ങനെയായാലും വേദനയും ഗൗരിമോളെയും വിട്ടുകൊടുക്കരുത് ആർക്കും. അതുകൊണ്ടാണ് ശങ്കരനാരായണൻ വിളിച്ചപ്പോഴും അവരങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചത്. അങ്ങനെയാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. ഗൗരിമോളെ എന്തായാലും തരുണ് നഷ്ടപ്പെടാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേദയാണെന്നുണ്ടെങ്കിലും തരുണിനോട് പലതവണ പറയാൻ പോയപ്പോഴും ഇവർ തന്നെയാണ് തടഞ്ഞത്. ഇപ്പം പറയണ്ട, കുറച്ച് നാൾ കഴിയട്ടെ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവന്നാക്കുകയും കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോളെ. പിന്നെ ആമിക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിനോട് കൂടുതൽ അടുപ്പം തോന്നുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ നല്ലൊരു മനുഷ്യനാണ് വിക്രം എന്ന് ആമിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ വിക്രമിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ആമിയുടെ മനസ്സിൽ ഉണ്ടാവാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത ആമിയുടെ മനസ്സിൽ വരികയാണ്. മാത്രമല്ല അരവിന്ദനുമാണെന്നുണ്ടെങ്കിലും വിക്രമിനെ ഒരുപാട് ഇഷ്ടമാവാണ്. അപ്പോൾ തൻ്റെ മകളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് വിക്രം എന്നുള്ള കാര്യം ഇങ്ങനെ അവർക്ക് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെയാണ് ആമി
ആമിയും വിക്രവും തമ്മിലുള്ള ഒരു ബന്ധത്തെ, അതായത് വിക്രം ഒരുപാട് അടുപ്പം കാണിക്കുന്നുണ്ട് ആമിയോട്. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിലുള്ള ഒരു സ്നേഹം ഒരു സഹോദരി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് തെറ്റിദ്ധരിച്ചിട്ട് ആമി എങ്ങനെയെങ്കിലും വിക്രത്തിനെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിലേക്ക് മാറാൻ കേട്ടോ. ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ആമി മാറുന്നതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് മാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ താക്കീത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് വേദയാണ്. ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിക്കില്ല എന്ന് കരുതി നിന്നിരുന്ന എൻ്റെ മനസ്സ് മാറ്റി ഒരു നല്ല ജീവിതത്തിലേക്ക് എന്നെ പിടിച്ച് നിർത്തിയത് വേദയാണ്. വേദ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മോൾക്കാണെന്നുണ്ടെങ്കിൽ ഗൗരി മോളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെയെങ്കിലും വിക്രത്തിനെ അകറ്റി നിർത്തണം അല്ലെങ്കിൽ ഓടിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ചീറ്റി പോകാണ് കേട്ടോ. വിക്രം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പതുക്കനെ ഇവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടാവാണ് കേട്ടോ. ഗൗരി മോൾക്ക് ഭയങ്കര ഒരു സ്നേഹം, ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ വിക്രത്തിനോട് തോന്നുകയാണ്. ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്തോ ഒരു അടുപ്പം ആ കുട്ടീനോട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വന്തം മോളാണെന്നുള്ളൊരു കാര്യം അറിയാതെ തന്നെ മോളെപ്പോലെ സ്നേഹിച്ച് കൊണ്ട് നടക്കുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ പല ദിവസങ്ങളിലും വേദയും തരുണും വന്നു പോകുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ കാണുന്നില്ലല്ലോ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ വേദയും വിക്രം തമ്മിൽ കാണുന്ന ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ വരുന്നത്. കാരണം വിക്രം മോളെയും കൊണ്ടുവരുന്ന സമയത്ത് വിക്രം മോളെ നോക്കാനായിട്ടായിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം വേദ വീട്ടിലുണ്ടാവാം കേട്ടോ. തമിഴിൽ അങ്ങനെയാണ്. വേദ വീട്ടിലുള്ള സമയത്ത് വിക്രം കയറി വരുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. ശരിക്കും വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് വേദനെ പരിചയപ്പെടുത്താണ് കേട്ടോ. അതെ, ഇതാണ് എൻ്റെ അമ്മ, കളക്ടറാണ്. പിന്നെ മോൾ ശരിക്കും പരിചയപ്പെടുത്തുന്ന സമയത്ത് വേദ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വിക്രത്തിനെ കണ്ടപ്പോൾ തൻ്റെ മോളെ നോക്കാൻ വന്നത് വിക്രമാണ് എന്നുള്ളൊരു ധാരണ പോലും വേദയ്ക്കില്ല. സ്വന്തം അച്ഛൻ തന്നെയാണ് മോളെ നോക്കുന്നത്. ആ ഒരു സംഭവം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോവുകയാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു വിധിയാണിത്, ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണിതെന്ന് വേദയ്ക്ക് തന്നെ മനസ്സിലാവാണ്ട്. സ്വന്തം അച്ഛൻ്റെ കൈകളിൽ തന്നെയാണ് കുട്ടി സുരക്ഷിതമായിട്ടുള്ളതെന്ന് വേദയ്ക്ക് മനസ്സിലാവാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം തൻ്റെ വേദ വേറൊരാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് അറിയുമ്പോൾ വിക്രത്തിന് അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരികയാണ് കേട്ടോ. വിക്രം തരിച്ച് നിന്ന് പോകുകയാണ് കേട്ടോ. ഗൗരിമോളി തൻ്റെ അമ്മയാണ്, വേദ കളക്ടറാണെന്നൊക്കെ പറയുമ്പോൾ വേദ കളക്ടറായോ എന്നുള്ളതൊക്കെ വിക്രം ആലോചിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആയി, എന്താണ് സംഭവിച്ചതെന്നൊന്നും പറയാനും പറ്റില്ല. പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ കണ്ടിട്ട് പരിചയഭാവം നടിക്കുന്നില്ല. കാരണം തരുണിൻ്റെ അമ്മയുണ്ട്. തരുണിൻ്റെ അമ്മ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വിക്രത്തിനോട് സംസാരിക്കാനും പറ്റുന്നില്ല. വിക്രത്തിനാണെന്നുണ്ടെങ്കിലും സംശയമാണ് ഇത് എന്തൊക്കെയാണ് സംഭവിച്ചത്, വേദ എങ്ങനെ മറ്റൊരാളുടെ ഭാര്യയായി മാറി ഒരു കുഞ്ഞിൻ്റെ അമ്മയായി എന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ്. ഇനി ഒരിക്കലും വേദയ്ക്ക് തന്നെ മറക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉറപ്പ് വിക്രത്തിനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിലെന്തോ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലാവാണ്. മാത്രമല്ല വേദ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും തൻ്റെ കുഞ്ഞാണ്. ഒരു തിരിച്ചറിവ് വിക്രത്തിന് ഉണ്ടാവാണ് കേട്ടോ. ഗൗരിമോൾ അപ്പോൾ തൻ്റെ കുഞ്ഞാണോ തൻ്റെ മകളാണോ ഗൗരിമോൾ എന്നുള്ളതൊക്കെ വിക്രത്തിന് 100,000 സംശയങ്ങൾ വിക്രത്തിന് ഇങ്ങനെ മനസ്സിൽ വരികയാണ് കേട്ടോ. പക്ഷേ വിക്രത്തിനോട് നോർമലായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഗൗരിമോളെ നോക്കാൻ വന്ന ഒരാളെന്നുള്ള രീതിയിൽ മാത്രമേ ആ സമയത്ത് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലുള്ളത്. ഇത് തമിഴിലത്തെ ഭാഗമാണ് കേട്ടോ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ.